മിണ്ടുന്നില്ലേ? നകുലേട്ട ഇങ്ങനെയാന്ന് കാര്യങ്ങൾ പോക്കെങ്കിൽ എനിക്കിടെ നിൽക്കാൻ പറ്റൂലേ? അതല്ല എനിക്കത് തോന്നാന്ന്. കുഞ്ഞുങ്ങളുണ്ടാവത്തതിന് ദേശം അല്ലെങ്കിൽ എപ്പോഴും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് എന്നെ തീർക്കല്. അത് ഇവിടുത്തെ മാത്രമല്ല, എല്ലായിടത്തും അവസ്ഥ തന്നെ. ഇന്നലെ നകുലേട്ടൻ എന്നോട് ഒന്നും മിണ്ടാണ്ടാ പോയി കിടന്നുറങ്ങിയത്. നിങ്ങളെ പോലെ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു കുഞ്ഞിനെ കണ്ണൂന്ന്. എടി, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ കുറെ ആലോചിച്ചു നകുലേട്ട, നമുക്കൊരു ഡോക്ടറെ കാണണം. കാണാം. ഡോക്ടറെ കാണിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ആരെ കാണിക്കുക? ഇവളുടെ ഒരു കൂട്ടുകാരുണ്ട് കണ്ണൂര്. ഓരോ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമായിന് പോലും. ഓക്ക് കുറെ നാൾ ട്രീറ്റ്മെന്റ് ഉണ്ടായിന്നാ പറഞ്ഞത്. ഓള് ഫേസ്ബുക്കിൽ കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ട് കണ്ടിനമ്മേ. ഓരെ കാണാൻ പോയല്ലെന്ന് ആലോചിക്കുന്ന. അതിനെന്താ എത്ര ആലോചിക്കാനുള്ള? നിങ്ങൾ വിട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓളെ വിളിച്ചോക്ക്. പിന്നെ നിങ്ങൾ പോകുമ്പോ കുഞ്ഞിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോട്ടാ. ആ, ഇതന്നല്ലേ? ആ, ഇതാ. വാ. എത്ര നാളായി നീ? എന്തല്ല? കുറേ ആയില്ലേ കണ്ടിട്ട്? ആ, കൊറേയായി. നിനക്ക് സുഖല്ലേ? പരമസുഖം. അച്ഛനെടാ? അച്ഛനായിട്ടുണ്ട്. വാ. ആ വരുന്നു. അച്ചായ, ആ ദാ ഗസ്റ്റ് എത്തി. ഹായ്. നമസ്കാരം. ഹായ് സ്റ്റീഫൻ. നകുലൻ. നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ആ, നീ മംഗളത്തിന് ക്ഷണിക്കാത്തതിനെ പറ്റിയാ കൂടുതൽ പറയല്. ആ, നിന്റെ വീട്ടിൽ വിളിച്ചിനല്ലോ. വീട്ടിൽ വിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളവിടെ കയറ്റുവാ. അല്ല, കുഞ്ഞു കൊടുത്തു. അകത്തുണ്ട് വാ. വാ. പാടുന്നു. നമ്മുടെ ഇടയിൽ തന്നെ കുറെ പേര് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാർക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാ മുക്കിലും മൂലയിലും ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സ് മുളച്ചു വരുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. എത്ര പേരാ ഒരു കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പേപ്പറിൽ നിന്ന് ഗവൺമെന്റിന്റെ അമ്മയും കുഞ്ഞും പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. അവിടം വരെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാന്ന് വെച്ചു. വർക്കൗട്ട് ആവുന്ന കണ്ടപ്പോൾ ഞങ്ങളതങ്ങ് ട്രൈ ചെയ്തു. ആടെ പോയതിനേശാ നമുക്ക് ഇവനെ കിട്ടിയേ. അവിടെ ഒരു രാജീവ് ഡോക്ടർ ഉണ്ട്, നല്ല ഡോക്ടറാണ്. തിരുനാളമായ താരകങ്ങൾ പോലും ചിമ്മിമായുന്നു നാണം പൊതിയേ. ഹലോ. ശാലിനി, സുരേഷേട്ടാ ആളെ മനസ്സിലായ? ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുട്ടികളില്ലാത്ത. ഇപ്പൊ മനസ്സിലായി. ജോലി പുറത്തായ കൊണ്ടേ നാട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. അല്ല, രാജമേച്ചി വന്നിട്ടില്ലേ? പരിപാടി കഴിയുമ്പോൾ ലേറ്റ് ആവുമല്ലോ. പിന്നെ അമ്മ ബൈക്കിനാന്നേ വന്നേ. ബൈക്കൊക്കെ മാറ്റി കാറ് വാങ്ങണ്ടേ? ആള് കൂടുമ്പോ അങ്ങനല്ലേ വേണ്ടത്. കാറൊക്കെ നല്ലതാ, പക്ഷെ ലോണ് വല്ലാത്തൊരടവാ. ലോണൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാ? ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ പാടി നടക്കണ അല്ലേ നകുല? ആ, അതെ അതെ അതെ. അല്ല, നിങ്ങളിങ്ങനെ നടന്നാ മതിയാ? ഒരു കുഞ്ഞുവാവൊക്കെ വേണ്ടേ? അത് നമ്മ ഇപ്പോഴേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുഞ്ഞല്ലായാലില്ലേ, നമുക്കിതുപോലെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നും പറ്റൂല. പിന്നെ ഇപ്പൊ നമ്മ എൻജോയ് ചെയ്യേണ്ട സമയല്ലേ, അല്ലേ? ശരിയേ? അതെ, ഈ ബൈക്കിൽ തൊട്ടുരുമ്പി പോകുമ്പോ കിട്ടുന്ന സുഖമില്ലേ, അത് കാറിൽ പോയി കിട്ടൂല. അതാണേ. പോട്ടെ. അപ്പൊ എന്റെ ഫസ്റ്റ് മെഴുത്തിന് ഏറ്റു. ആൾക്കാരെ ഓടിക്കാൻ പഠിച്ചില്ലേ? നന്നായി. നമ്മുടെ മനസ്സിനൊരു ബലം വേണം, എന്നാലും എടുക്കുന്ന മെഴുത്തിന് ഗുണം കിട്ടും. ഇനി രണ്ടുപേർക്കും ഓരോ ടെസ്റ്റോടുണ്ട്. ടെസ്റ്റ് ഞാൻ എഴുതി തരാം. വലിയുണ്ടോ? സ്മോക്കിംഗ് ഉണ്ടോന്ന്? സ്മോക്കിംഗ് ചെറുതായിട്ട്.
ആ സ്മോക്കിംഗ് കൗണ്ട് കുറയ്ക്കും. ഏതായാലും ടെസ്റ്റ് വരട്ടെ. കൗണ്ട് കുറവാണെങ്കിൽ പല്ല് നിർത്തേണ്ടി വരും. എന്താ നിർത്തിയതേ ഒരു ഗുണവുമില്ല. പറഞ്ഞു കൊടുക്ക്. അപ്പൊ പറഞ്ഞ പോലെ. എടാ സിഗരറ്റ് വലിച്ചാൽ കുറയെങ്കിൽ ഷുക്കൂറിനെ കുറയണ്ടേ? ഓന് വലിക്കുന്നവരും കൂടുതലേന്ന്. ഡാ അടുത്ത വിത്തിറക്കണ്ടേ? ആദ്യം ഇവന്റെ വിത്തൊന്ന് പിടിക്കട്ടെ. ഒരു പൊഫോട്ടെ. എടാ നൗല, വലിയ നിർത്താണെ തന്നെ കൗണ്ട് ഉണ്ടെന്ന് ഞമ്മക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് ഇനി എന്തിനാ തെളിയിക്കുന്നത്? എനിക്ക് ഓൾറെഡി 4 ഔ ശരിയാണല്ലോ. എന്നാ ഈ തെളിക്ക്. ഇന്റെ കൗണ്ട് കണ്ടിട്ട് ആ ഡോക്ടറെ കണ്ണ് കളണം. അല്ലടാ എത്തു. നീ പറഞ്ഞ കറക്റ്റാടാ. എടാ ഈ ഞമ്മളെയും കൂടി പ്രശ്നം. അതുകൊണ്ട് നീ ഒരു കണക്കിന് വിട്ടുകൊടുക്കരുത്. കട്ടക്ക് നീ ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് എടുത്തടാ. ബാക്കി അമ്മ വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ, എന്താ? സിസ്റ്റർ, ഇവിടെ മെയിൽ നഴ്സുമാരും ഇല്ലേ? ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു? അത് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ മെല്ലെ പറഞ്ഞ എങ്ങനെയാ? കുറച്ച് ഒച്ച പറ. ഓ, സെമൻ ടെസ്റ്റ് ചെയ്യാനായിരുന്നു. ഇതിനാണോ പറയാൻ പഠിച്ചേ? എങ്ങനെ, വീട്ടിൽ നിന്നാണോ എടുക്കുന്നത് അതോ ഇവിടെ നിന്നാണോ എടുക്കുന്നത്? വീട്ടിൽ നിന്നാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിക്കണം. ഇതിൽ കളക്ട് ചെയ്താൽ മതി. അവിടെയാണ് ടോയ്ലറ്റ്. ഒന്ന് പെട്ടെന്ന് ഇറങ്ങോ. ആ വാ 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 ഇരിക്കേ. എന്തേ? റിസൾട്ട്. ആ റിസൾട്ട് അല്ലേ? ഈ കൗണ്ട് വെച്ചോണ്ട് ഒന്നും നടക്കില്ല കേട്ടോ. കൂടാനുള്ള മെഡിസിൻ ഞാൻ എഴുതിത്തരാം. പിന്നെ മെഡിസിൻ എടുക്കുമ്പോൾ ആ സ്മോക്കിംഗ് അങ്ങ് നിർത്തിയേക്കണം. ഞാനത് പറഞ്ഞതല്ലേ. വലിപ്പിക്കരുത് കേട്ടോ. കൂടിക്കോളും. കൂടെ അവിടെ പോകാനാ. കുറച്ചും കൂടി ഒന്ന് ഉത്സാഹിക്കായിരുന്നു. നിനക്കൊക്കെ എന്തും പറയാം. ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ എനിക്ക് അത്രേ അറിയുള്ളൂ. അപ്പൊ എന്റെ വലിയ തീരുമാനമല്ലേ? അങ്ങനെ എൻ്റെ വലിക്കൊരു തീരുമാനമായപ്പോഴാ ശാസ്ത്രം തോറ്റെടുത്ത് ജോത്സ്യം ജയിക്കുമെന്നും പറഞ്ഞ് അമ്മ വന്നു. അമ്മ ഈടല്ല തിരക്കാന്ന്. നമുക്ക് വേറെ ദിവസം വന്നാ പോരാ. അല്ലല്ലേ ഈ കാര്യത്തിനൊക്കെ ജോത്സ്യൻ എന്ത് ചെയ്യാനാന്ന്? ഇനി പറഞ്ഞ ഡോക്ടറെ എനിക്ക് തീരെ വിശ്വാസം പോരാ. ടൂറ് പോയ കുട്ടിയുണ്ടാവും പറഞ്ഞ ഡോക്ടറല്ലേ പിന്നോട്ട് വന്നോ? എന്തല്ലേ പറയുന്നത്? പ്രവൃത്തിയിൽ വ്യാഴത്തിന്റെ നോട്ടക്കുറവ് കാണുന്നുണ്ട്. അതാ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. സന്താനകാര്യവാഹകൻ വ്യാഴാണല്ലോ. എന്താ ഇയാളുടെ കർമ്മം? തന്റെ ജോലിയെ കുറിച്ചാ ചോദിച്ചത്. ഈടെ അടുത്തൊരു കൽപ്പന നടത്തുന്ന. അപ്പോ ഭൂമി ദേവിയുടെ ശാപം. ഇപ്പൊ എന്താ കല്ലിന് വില? ഫസ്റ്റ് കല്ലൊക്കെ ആണെങ്കിൽ ഒരു 32.
വ്യാഴാധിപൻ ഉച്ചസ്ഥായിലിരിക്കുമ്പോഴാണല്ലോ കർമ്മത്തിന് വിഘ്നം തട്ടാതിരിക്കുന്നത്. ദൈവാധീനം തീരെയില്ല. ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ഈ കർമ്മവും കർമ്മഫലവും എല്ലാം ശരിയാവും. പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ പണിക്കരെ? ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യയന്ത്രം പൂജിച്ച് ധരിക്കണം. പിന്നെ പെരളശ്ശേരി അമ്പലത്തിൽ തൊട്ടിലും പാമ്പിന് മുട്ടിയും കൊടുക്കണം. ഗുരുവായൂരപ്പന് മുഴുക്കാപ്പ് വേണ്ട. ഇപ്പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ഇതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിതിൽ കൃത്യമായിട്ട് എഴുതി തരുന്നുണ്ട്. നല്ലോണം പ്രാർത്ഥിച്ചോ. പൂജ തീരാറായി. ദക്ഷിണ കൈ പിടിച്ചോ. അതെ, ആ, എത്ര കൊടുക്കണ്ടേ? അത് നിങ്ങളുടെ ഇഷ്ടം. പൂജാരിയുടെ മനസ്സ് നിറയണം. എന്നാലേ ചെയ്ത ഹോമത്തിന് ഗുണം കിട്ടും. എത്ര കൊടുക്കണം? 1000. 1000? നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചോളൂ. കാര്യസിദ്ധിക്ക് വേണ്ടി എന്തെങ്കിലും നേർച്ചയും നേരണം. കൃഷ്ണ, എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ കൊടുക്കണേ. ചുറ്റുവിളക്കത്തിലേക്കാമേ. ചുറ്റുവിളക്ക? എൻ്റെ മുഖത്തല്ല, അടവയ്ക്ക് പ്രാർത്ഥിക്കും. എൻ്റെ കൃഷ്ണ, എൻ്റെ അമ്മ കുറച്ച് ബുദ്ധി കൊടുക്കണേ.